വീട്ടില് ഗംഭീര പടം. ഏതാ മേക്കിംഗ് ഒക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. കലക്കനാണ്. ഫസ്റ്റ് വാച്ച് എല്ലാരും വന്ന് കാണും. അതൊക്കെ കണ്ട് പറയാ, കണ്ടു മനസ്സിലാക്കാം. നല്ല സിനിമയായിരുന്നു. ശരിക്കും നല്ലായിരുന്നു സിനിമ. ഷോർട്ട് ഫിലിം കണ്ട അതേ ഇത് തന്നെ ഉണ്ടായിരുന്നു. അതെ അതെ, നല്ലായിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുരുളിയായിട്ട് നമുക്ക് പലതും മനസ്സിലായിട്ടൊന്നുമില്ലല്ലോ. ഇത് നല്ലപോലെ മനസ്സിലാകുന്ന ഒരു ടൈം ലൂപ്പ് എടുത്തിരിക്കുന്നത് നമുക്ക് മലയാളത്തിൽ കിട്ടാനുള്ള ഒരു കിട്ടി. നമ്മുടെ മാനാടൊക്കെ പോലെയാണ്. മാനാടിൻ്റെ ഒരു ത്രില്ലർ നമുക്ക് തോന്നുമല്ലോ. വന്താ സുട്ട സത്ത റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ റിപ്പീറ്റ് ചെയ്തെങ്കിൽ വരുന്ന കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് അവർ സ്റ്റഡി ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ക്യാമറ വർക്ക് അടിപൊളി. അത് സൗണ്ട് അത് അഷ്കർ മൂന്നും തകർത്തിട്ടുണ്ട് കേട്ടോ. അസ്കറിൻ്റെ ഏറ്റവും നല്ല പടം, കിടിലം പടം. സൗണ്ട് പക്ക, സൗണ്ടും ക്യാമറയും പറയാനില്ല, ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് ഞെട്ടിച്ചു. എല്ലാം നല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. സംഭവം അധ്യായം 1 നല്ല പടം. അതെ കാരണം ഭയങ്കരമായിട്ട് സസ്പെൻസ് ഉണ്ട്. അത് തുടക്കം പോലെ അവസാനം വരെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഗംഭീരമാണ്. എല്ലാം ഡയറക്ഷൻ, തിരക്കഥ വളരെ ഗംഭീരമായിട്ടുണ്ട്. മേക്കിംഗ്, ക്യാമറ എല്ലാവരും ഒട്ടും ലാഗ് ചെയ്യുന്നില്ല പടം. സൂപ്പറാണ്. നല്ല മൂവിയായിരുന്നു. നല്ല എൻഗേജിങ് മൂവിയാണ്. സസ്പെൻസ് ഒക്കെ ഉണ്ട്. വേറൊരു ജോണർ, നമ്മൾ കാണാത്തൊരു ജോണർ. നല്ല വിഷ്വൽസ് ആൻഡ് ഓഡിയോ. നല്ല ഇംപ്രസീവ് മൂവി. നല്ല അടിപൊളിയായിട്ട്. അതെ, നമ്മൾ കാണാത്തൊരു തരം കോൺസെപ്റ്റ്. എൻഗേജിങ് ആണ്. നല്ലതാണ്. നല്ല മൂവിയാണ്. നസലായിട്ടുണ്ട്. ഞാൻ കണ്ടു. കിട്ടല പടം തകർപ്പൻ. അടുത്ത ഹിറ്റാണ്. സൂപ്പർ. പിന്നെ ഉറപ്പായിട്ടും ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറി ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. പിന്നെ അസ്കർ അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്നു പോകും. അടിപൊളി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ താമസിച്ചത്. ആ അവസാനത്തെ BGM വരെ ഭയങ്കര അടിപൊളിയായിട്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അതുപോലെ സൗണ്ടും പിന്നെ ആക്ടിങ് ആണെങ്കിലും എല്ലാവരും, അസ്കറൊക്കെ ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ ഭയങ്കര അടിപൊളി. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ നിന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഒരു നമുക്ക് പ്രോപ്പർ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ട് ഹിറ്റാവും. പിന്നെ ഇതൊക്കെ തിയേറ്ററിൽ കണ്ട് നമ്മൾ ജയിപ്പിക്കേണ്ട സിനിമയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പടമായിരുന്നു. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അതെ, നല്ല രസം. കാരണം മൊത്തത്തിൽ നമുക്ക് ആ ഫ്രെയിംസും പരിപാടികളും മൊത്തം സൗണ്ടും എല്ലാം കൂടി വരുമ്പോൾ തിയേറ്ററിൽ കാണാൻ ഭയങ്കര രസമുണ്ട്. നല്ലതായിരുന്നു. കാടിനുള്ളിൽ ഞെട്ടു ഇടയ്ക്ക്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വീണ്ടും പുറകിലോട്ട് പോകുമ്പോ എന്തോ സസ്പെൻസ് പോലെ തോന്നും. ഒന്ന് മാറും, പിന്നെ അത് തന്നെ വരും. ആ കാലഘട്ടേ നല്ലായിരുന്നു. എല്ലാരും വന്ന് കാണുക. അടിപൊളിയാ.